നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ PSC ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേദ PSC ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഡൗൺലോഡ് ചെയ്യണം. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിലധികം വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി പഠിക്കാം. നിങ്ങൾക്ക് 1,00,000-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ചെയ്യാവുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങൾ: ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്നറിയാവോ? അത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അതുപോലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം എന്നറിയാമോ? അത് അമേരിക്കയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം ഏതാണെന്നറിയാവോ? അത് അമേരിക്കയാണ്. നമ്മൾ 3 ചോദ്യത്തിന് ഉത്തരങ്ങൾ പഠിച്ചു അല്ലേ? ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ? അങ്ങനെയാണെങ്കിലോ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ് അല്ലേ? ഏറ്റവും വലുത് ഇന്ത്യയും ഏറ്റവും ചെറുത് അമേരിക്കയാണ് അല്ലേ? അത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം എന്നറിയാമോ? അത് അമേരിക്കയുടെയാണ് കേട്ടോ. അതുപോലെ ഏറ്റവും പുതിയ ഭരണഘടന കൊണ്ടുവന്ന രാജ്യം ഏതെന്നറിയാമോ? നേപ്പാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ്. അതുപോലെ ഏറ്റവും പുതിയ ഭരണഘടന കൊണ്ടുവന്ന രാജ്യം നേപ്പാളാണ് അല്ലേ? അതുപോലെ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ വേണ്ടി എടുത്ത കാലയളവ്, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ രൂപം കൊടുക്കാൻ വേണ്ടി എടുത്ത കാലയളവ് എത്രയാണെന്നറിയാമോ? ഏകദേശം 3 വർഷത്തിനടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് എടുത്തത്. ഏകദേശം ഒരു 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷം ആയേനെ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഭരണഘടന രൂപം നൽകാൻ വേണ്ടി എടുത്ത കാലയളവ് എത്രയാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് കേട്ടോ. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണെന്നറിയാമോ? 1950 ജനുവരി 26-നാണ് കേട്ടോ. ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി തയ്യാറാക്കിയ ഭരണഘടന ഔപചാരികമായിട്ട് അംഗീകരിച്ചത്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണെന്നറിയാമോ? 1949 നവംബർ 26-നാണ് കേട്ടോ. ഇതേ ഭരണഘടന രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ദിവസമാണ് റിപ്പബ്ലിക് ഡേ എന്നറിയപ്പെടുന്നത്. അത് 1950 ജനുവരി 26-ആണ് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ക്വാസി ഫെഡറൽ എന്നാണ് കേട്ടോ. എന്താണ് ക്വാസി ഫെഡറൽ എന്ന് വെച്ചാൽ അറിയാവോ? ഏകാത്മ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടനയായ ഭരണഘടനയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഏകാത്മ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടനയായ ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ഏത് പേരിലാണ്? ക്വാസി ഫെഡറൽ എന്ന പേരിലാണ് കേട്ടോ. ഇനി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്നറിയാമോ? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. അതുപോലെ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാന്നറിയാവോ? അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണെന്നറിയാമോ? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്, ഭരണഘടനയുടെ ആമുഖത്തിൽ എത്ര തവണ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന്. എത്ര തവണയാണെന്നറിയാമോ? ഒറ്റ തവണ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അത് ഏത് ഭേദഗതിയാണെന്നറിയാമോ? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് ഭരണഘടന ഭേദഗതി ഏതാണെന്നറിയാമോ? 2002-ലെ 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ
ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഈ 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 21A പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങളാണ് ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പു നൽകുന്നതെന്ന് അറിയാമോ? 6 എണ്ണമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഒരു ഇന്ത്യൻ പൗരന് ഉറപ്പു നൽകുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട PSC ചോദ്യമാണ്, മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 4ാം ഭാഗത്തിലാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് ഉള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? ഗോവയാണ് കേട്ടോ. ആർട്ടിക്കിൾ 44 ആണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 44 ആണ്. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ് കേട്ടോ. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്നറിയാമോ? ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 32 ഈ റിട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്നറിയാമോ? ആർട്ടിക്കിൾ 32 അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരെന്നറിയാവോ? VR കൃഷ്ണ അയ്യർ ആണ് കേട്ടോ. ഓർത്തു വെച്ചോടെ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരാണ്? VR കൃഷ്ണ അയ്യർ ആണ് കേട്ടോ. അതുപോലെ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാന്നറിയാവോ? ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. ഓർത്തു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. അതുപോലെ ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം കൊടുക്കുന്നത് ആരാന്നറിയാവോ? രാഷ്ട്രപതിയാണ് കേട്ടോ. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. അതുപോലെ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ആരാന്നറിയാമോ? അത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണെന്നറിയാമോ? കമ്പനീസ് ആക്ട് ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണെന്നറിയാമോ? കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ. അതുപോലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്നറിയാമോ? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഉയർന്ന പ്രായപരിധി എത്രയാണെന്നറിയാമോ? 65 വയസ്സാണ് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഉയർന്ന പ്രായപരിധി അല്ലെങ്കിൽ വിരമിക്കൽ പ്രായപരിധി എത്രയാണ്? 65 വയസ്സാണ്. അതുപോലെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്നറിയാമോ? അത് രാജസ്ഥാനാണ് കേട്ടോ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. അതുപോലെ ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നറിയാമോ? 35 വയസ്സാണ് കേട്ടോ. ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ് കേട്ടോ. അതുപോലെ രാഷ്ട്രപതി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാ? 35 ആണ് കേട്ടോ. അപ്പൊ ഓർത്തു വെച്ചോണേ, രാഷ്ട്രപതി ഗവർണറും ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. അപ്പൊ നമ്മൾ കണ്ടു, ഗവർണർ ആകാനുള്ളതും രാഷ്ട്രപതി ആകാനുമുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. അതുപോലെ MLA MP ഈ 2 സ്ഥാനത്തേക്കുമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നറിയാവോ? 25 വയസ്സാണ്. 25 വയസ്സ് പൂർത്തിയായവരെ മാത്രമേ MLA അല്ലെങ്കിൽ MP ആക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ രാജ്യസഭ മെമ്പർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്നറിയാമോ? 30 വയസ്സാണ് കേട്ടോ. രാജ്യസഭ MP ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ് കേട്ടോ. അതുപോലെ പൊതു ഖജനാവിന്റെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്ന ആരാന്നറിയാവോ? CAG ആണ് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ.
ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫയേഴ്സ് പോലെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് 21 വയസ്സാണ് കേട്ടോ. അപ്പൊ ഈ വയസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. ഗവർണർ ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സ്. അപ്പൊ രാഷ്ട്രപതി ആവാനോ? അതും 35 വയസ്സാണ് അല്ലേ. MLAയും MP യും ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. അതുപോലെ രാജ്യസഭ MP ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അതുപോലെ പഞ്ചായത്ത് മെമ്പർ ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ് അല്ലേ. അതുപോലെ പൊതു ഖജനാവിന്റെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്ന ആരാണ്? CAG ആണ് അല്ലേ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അല്ലേ. അതുപോലെ ആദ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാന്നറിയാമോ? രംഗനാഥ് മിശ്രയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? രംഗനാഥ് മിശ്രയാണ് കേട്ടോ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാവോ? മാനവ അധികാർ ഭവൻ ന്യൂഡൽഹിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പേരെന്താണ്? മാനവ അധികാർ ഭവൻ എന്നാണ് കേട്ടോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണെന്നറിയാവോ? 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് കേട്ടോ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്നറിയാവോ? HL ദത്താണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? HL ദത്താണ് അല്ലേ. അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാന്നറിയാവോ? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? രംഗനാഥ് മിശ്രയാണ് അല്ലേ. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് അല്ലേ. അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്നറിയാമോ? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് കേട്ടോ. അതുപോലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണെന്ന് PSC കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. എന്നാന്നറിയാവോ? 1998 ഡിസംബർ മാസം 11-ാം തീയതിയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് കേട്ടോ. അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്നറിയാവോ? 1992 ജനുവരി മാസം 31-ാം തീയതിയാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1992 ജനുവരി മാസം 31-ാം തീയതിയാണ് കേട്ടോ. ആദ്യ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാന്നറിയാവോ? ജയന്തി പട്നായിക് ആണ് കേട്ടോ. 1992 ജനുവരി 31-ാം തീയതിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാന്നറിയാവോ? ജയന്തി പട്നായിക് ആണ് കേട്ടോ. അടുത്തത് PSC ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ? ന്യൂഡൽഹിയിലാണ്. നിർഭയ ഭവനാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. നിർഭയ ഭവൻ ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമാണ്. സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ് കേട്ടോ. ഇനി നിലവിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുടെ പേരെന്താണെന്നറിയാമോ? രേഖ ശർമ്മ എന്നാണ് കേട്ടോ. ഓർത്തു വെച്ചോണേ. നിലവിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മയാണ് കേട്ടോ. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന എന്താണെന്നറിയാമോ? 1996 മാർച്ച് മാസം 14-ാം തീയതിയാണ് കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് കേട്ടോ. ഈ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാന്നറിയാമോ? കേരളത്തിലെ സുഗത കുമാരിയാണ് കേട്ടോ. കേരളത്തിലെ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സുഗത കുമാരിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോണേ. അതുപോലെ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് മാസം 14-ാം തീയതിയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ PSC ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പം നിങ്ങളിത് വളരെ കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ. കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേദ PSC ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ആവശ്യത്തിന് വീഡിയോ കണ്ടുകൊള്ളുക. അതുപോലെ ആവശ്യത്തിന് ക്വസ്റ്റ്യൻ ആൻസർ അതിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിച്ചുകൊള്ളുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. നന്ദി, നമസ്കാരം.